സൂറത്ത് യാസീനിലെ ആയത്ത്. സൂറത്ത് ഊതപ്പെടുമ്പോൾ ആളുകൾ എഴുന്നേൽക്കും. അപ്പോൾ പറയുന്ന വാക്കാണ് മൻ ബഅസനാ മിൻ മർഖദിനാ, ഈ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ആരാണ് നമ്മെ ഉണർത്തിയത്, ഉയർത്തെഴുന്നേൽപ്പിച്ചത് എന്ന് പറയും. അപ്പോൾ അവിടെ ശിക്ഷയുണ്ടെങ്കിൽ പിന്നെ ആ പറച്ചിന് അർത്ഥമില്ലല്ലോ. ശിക്ഷ ഇല്ലാത്തത് കൊണ്ടല്ലേ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ രണ്ട് വ്യാഖ്യാനമാണ് ഖുർആൻ മുഫസ്സിറുകൾ നൽകിയത്. ഒന്ന്, ഈ ഊത്ത് ഏത് ഊത്താണ്? വനുഫിഖ ഫിസ്സൂർ എന്നാണ് ആരംഭിക്കുന്നത്. അത് ഒന്നാമത്തെ ഊത്താണോ രണ്ടാമത്തെ ഊത്താണോ? പറയും. രണ്ടാമത്തെ ഊത്താണ്. കാരണം ഉയർത്തെഴുന്നേൽപ്പാണ് പറയണത്. ഒന്നാമത്തെ ഊത്തിൽ എല്ലാം തകർന്നു, രണ്ടാമത്തെ ഊത്തിൽ പിന്നെ വീണ്ടും എണീക്കുന്നു. അപ്പോഴാ പറയുന്നത് ആരാണ് നമ്മെ ഉണർത്തിയത്. അപ്പോൾ രണ്ട് ഊത്തുകൾക്കിടയിൽ നടന്ന ആ ടേമാണ് അവിടെ ഉദ്ദേശം. മനുഷ്യൻ മരിച്ചത് മുതൽ ഒന്നാമത്തെ ഊത്ത് വരെയാണ് ബർസഖ്, അതാണ് ഖബർ ജീവിതം. മനുഷ്യൻ മരിച്ചത് മുതൽ ഒന്നാമത്തെ ഊത്ത് വരെയുള്ള കാലം അതാണ് ബർസഖി ലോകം. അവിടെയാണ് ശിക്ഷയും രക്ഷയൊക്കെ ഉള്ളത്. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്തിനിടയിലുള്ളൊരു കാലഘട്ടമുണ്ട്, 40 കൊല്ലം എന്നൊക്കെ പറയപ്പെടുന്നു, അല്ലാഹു അഅലം. ആ സമയത്താണ് ഈ മർഖദ്. അന്ന് രക്ഷയില്ല, ശിക്ഷയില്ല. അത് കഴിഞ്ഞ് പിന്നെ എണീക്കുകയാണ്. അപ്പോഴാണ് മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഈ ഉറക്ക് നമ്മളെ രണ്ടാമത് എഴുന്നേൽപ്പിച്ചത്. അത് അവിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമാണെന്നാണ് ഭൂരിപക്ഷം പറഞ്ഞത്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ മറുപടി ഹാദാ മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്ത ആ കാര്യമാകുന്നു, മുർസലീങ്ങൾ പറഞ്ഞ സത്യം തന്നെയാകുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ ഒരു വ്യാഖ്യാനം. തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ ഖുർത്തുബി അടക്കമുള്ള ഒട്ടുമിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും നൽകിയ ഒരു വ്യാഖ്യാനം. സ്വഹാബിമാരും താബിഈങ്ങളും അടക്കം പറഞ്ഞ വിശദീകരണമാണിത്. ഇബ്നു കസീറിന്റെ വക പറഞ്ഞതല്ല. സ്വഹാബിമാരും താബിഈങ്ങളും അടക്കം പറഞ്ഞ വ്യാഖ്യാനമാണ് ഈ വ്യാഖ്യാനം. രണ്ടാമതൊരു വ്യാഖ്യാനമുള്ളത്, രണ്ടാമത്തെ ഊത്ത് കഴിഞ്ഞ് എണീറ്റ് ഖിയാമത്തിൻ്റെ ആ ഭയാനകത കാണുമ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ ഒന്നുമല്ല എന്നവർക്ക് മനസ്സിലാവും. ഏതുപോലെ ആണ് പരലോകത്ത് ചോദ്യമുണ്ട്, നിങ്ങൾ ദുന്യാവിൽ കുറേ കാലം ജീവിച്ചില്ലേ? അപ്പോൾ ഇല്ല, ഞങ്ങളാകെ ഒരു ദിവസം അല്ലെങ്കിൽ 1 ദിവസമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയും. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ഖിയാമത്തിലെ ആ ദീർഘമായ ദിവസം കാണുമ്പോൾ ദുനിയാവിൽ ജീവിച്ച കൊല്ലങ്ങൾ മുഴുവനും ഒരു ദിവസം പോലെ അനുഭവപ്പെടുന്നു എന്നതുപോലെ ഖിയാമത്താണ് സംഭവിച്ച് മഹ്ശറിലേക്കാണ് എഴുന്നേൽക്കുമ്പോൾ ആ ഭയാനത കാണുമ്പോൾ ഖബറിൽ അനുഭവിച്ചു ഒന്നുമല്ല. ഖബറിലെ അനുഭവമൊക്കെ ഒന്നുമല്ല, അതിലേറെ ഭയാനകരമായതാണ് ഇപ്പോൾ കണ്ടത്. അപ്പം ഇതൊരു ഉറക്കം പോലെ അവർ പറയുന്നു. കാരണം ഇനിയുള്ളതാണ് ഏറ്റവും പ്രയാസം. അതാണ് മിൻ മർഖദിനാ എന്ന ആ പ്രയോഗം എന്നാണ് മറ്റൊരു വിശദീകരണമുള്ളത്. അല്ല ഖബർ ശിക്ഷ ഇല്ല എന്നല്ല. ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആദ്യമേ പറഞ്ഞു ഈ ആയത്ത് ഖബർ ശിക്ഷയ്ക്ക് എതിരല്ല. അത് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതിന് ഖബർ ശിക്ഷയുമായി ഇത് വൈരുദ്ധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഇനി ഖുർആനിൽ ഈ ആയത്ത് മാത്രമാണ് ഈ വിഷയത്തിലുള്ളത് അല്ലല്ലോ. സമാനമായ എത്ര ആയത്തുകളുണ്ട്. അന്നാറു യുഅറദൂന അലൈഹാ, അവർക്ക് രാവിലെയും വൈകുന്നേരവും നരകം പ്രദർശിപ്പിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ അതിശക്തമായ ശിക്ഷയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഖിയാമത്ത് വേറെ പറഞ്ഞു, അതിന് മുമ്പുള്ള അവസ്ഥ പറഞ്ഞപ്പോൾ നരകം പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അതെവിടെയാണ്? ഖബറിലാണ്. അപ്പോൾ ഖബറിൽ അവിടെ ശിക്ഷയുണ്ട്, രക്ഷയുണ്ടെന്ന് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ധാരാളം ഹദീസിൽ അത് രേഖപ്പെട്ട് വന്ന നബിതങ്ങൾ കാവലിനെ തേടിയ വിഷയം കൂടിയാണ് ഖബർ ശിക്ഷ എന്നുള്ളത്. ഖബർ ശിക്ഷയുമുണ്ട്, രക്ഷയുമുണ്ട്. ഇനി ഖബർ എന്ന് പറഞ്ഞാൽ ഒരു 6 അടി മണ്ണ് മാത്രമല്ല. ഖബർ എന്ന 6 അടി മണ്ണാണ് എന്ന ധാരണയിൽ നിന്നാണ് അപ്പം കത്തി കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, പഠിക്കാൻ മെഡിക്കലിലേക്ക് ബോഡി കൊടുത്താൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നത്. ആരാണ് ശിക്ഷ നൽകുന്നത്? പടച്ച റബ്ബാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ പ്രയോഗം കാണാം, സുമ്മ അമാതഹു ഫഅഖ്ബറ. സുമ്മ അമാതഹു, അല്ലാഹു മനുഷ്യനെ മരിപ്പിച്ചിരിക്കുന്നു, ഫഅഖ്ബറ, എന്നിട്ട് അവനെ ഖബറടക്കുന്നു. അല്ലാഹുവാണ് ഖബറടക്കുന്നത്. അപ്പോൾ ഖബർ എന്ന് പറഞ്ഞാൽ കേവലം മണ്ണിൽ കുഴിയുണ്ടാക്കി കുഴിച്ചിട്ടാലേ ഖബറാകുള്ളൂ എന്നല്ല. ആ ജീവിതത്തിൻ്റെ ഘട്ടത്തിന് പറഞ്ഞ പേരാ ഖബർ. ബർസഖിയായ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും അവർക്ക് പിറകെ ഒരു ബർസഖുണ്ട്, ഒരു മറയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. അതിലേക്കുള്ള കവാടമാണ് ഖബർ എന്നുള്ളത്. ബർസഖി ലോകത്തേക്കുള്ള കവാടമാണ് ഖബർ. അത് മണ്ണിൽ മൂടപ്പെട്ടാലും ശരി, കത്തിച്ചു കളഞ്ഞാലും ശരി, ഇനി വെള്ളത്തിലും പോയി വല്ല മത്സ്യങ്ങളും പിടിച്ച് വിഴുങ്ങിപ്പോയാലും ശരി, അവൻ അനുഭവിക്കുന്ന ആ ലോകമാണ് ബർസഖ്. അല്ലാതെ ഒരു മത്സ്യം പിടിച്ച് വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തെ സൂക്ഷിക്കാൻ അല്ലാഹ്ക്ക് പറ്റൂല എന്നുണ്ടോ? തീരങ്ങ് കരിച്ചു പോയാൽ പിന്നെ ആ ശരീരത്തെ അല്ലാഹ്ക്ക് പിടുത്തം കിട്ടൂല എന്നുണ്ടോ? ഇല്ലല്ലോ. തീ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, വെള്ളം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്,
മണ്ണ് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഈ ശരീരം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അവിടെ ഈ സൃഷ്ടി എവിടെ പോയാലും ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീദ്. അവിടെ നിന്ന് ഭൂമി എന്തെല്ലാം ചുരുക്കുന്നു നമുക്കറിയാം, എല്ലാം രേഖപ്പെട്ട രേഖ നമ്മുടെ പക്കൽ ഉണ്ട് താനും. അവിടെ ആ ശരീരം നീ കിട്ടാതെ പോയി, അത് നമുക്ക് ആപേക്ഷികമായിട്ടേ ഇല്ലാതായി പോകുള്ളൂ. കത്തിക്കഴിച്ച് ഇല്ലാതാക്കിയാലും ഇല്ലാതാകുന്നില്ല. നമ്മുടെ കൺസെപ്റ്റിൽ അത് ദൃശ്യമല്ലാതായി മാറി. ഇനി മണ്ണിലേക്ക് വെച്ചാലും കുറച്ച് കാലം കഴിഞ്ഞാൽ അത് ദ്രവിച്ച് മണ്ണിൻ്റെ ഭാഗമായി മാറുന്നു. അതോടെ ആ ശിക്ഷ അവസാനിക്കും. കത്തിക്കൽ പോട്ടെ, മണ്ണിലേക്ക് വെച്ചാലും ദ്രവിച്ചു പോകുമല്ലോ. ദ്രവിച്ച് ഇല്ലാതായി പോയാൽ പിന്നെ ശിക്ഷ കഴിഞ്ഞു എന്ന് വരുമോ? ഇല്ല. മണ്ണിൻ്റെ ഭാഗമായി കിടക്കുന്നുണ്ട്, പടച്ച റബ്ബിനറിയാം. ആ റബ്ബിന് ശിക്ഷ കൊടുക്കാൻ പ്രയാസമില്ല, അവിടെ രക്ഷ നൽകാനും പ്രയാസമില്ല. അല്ലാതെ മണ്ണിൽ ഇട്ടാൽ ശിക്ഷിക്കാൻ പറ്റും, തെയ്യിട്ടാൽ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് ആരാണ് അള്ളാഹിനെ കഴിവിന് അങ്ങനെ ഒരു വകഭേദം വെച്ചത്? മണ്ണും അള്ളാഹിന്റെ സൃഷ്ടിയാണ്, തീയും അള്ളാഹിന്റെ സൃഷ്ടിയാണ്. ഈ ശരീരം എവിടെ പോയാലും അത് രണ്ടാമത് കൊണ്ടുവരാൻ പടച്ച റബ്ബിന് ഒരു പ്രയാസമില്ല. ശിക്ഷയും രക്ഷയും നൽകാനും പ്രയാസമില്ല. അദാബുൽ ഖബർ എന്നത് ധാരാളം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട് വന്ന മുതവാത്തിറായി വന്ന ആശയമാണെന്നാണ്. ആശയം മുതവാത്തിറാണ്. പദങ്ങൾ പക്ഷെ മുതവാത്തിറായിട്ടുണ്ടോ എന്ന് ചർച്ച ഉണ്ടെങ്കിലും ആശയം മുതവാത്തിറായി ധാരാളം കണ്ണികളായി കൈമാറിപ്പോന്ന തർക്കമില്ലാത്ത വചനമാണ് ഖബർ ശിക്ഷയുടെ വിഷയം. അതിന് ശരിക്കാൻ ഈ ഒറ്റ ന്യായമാണ് ആകെ പറഞ്ഞത്. ഈ ഒരു യാസീൻ സൂറത്തിലെ ആയത്തിന് സ്വന്തമായി കൊടുത്ത അർത്ഥം മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ് ഖബർ ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞത്. പണ്ട് ചേകനൂർ പറഞ്ഞു അത് ലോകപ്രമർദ്ദനാണ്. കാരണം പരലോകത്തെത്തി നന്മ തിന്മ തൂക്കിക്കണക്കാക്കി എന്നിട്ട് അവിടുന്ന് അള്ളാഹ് പുറത്തു കൊടുക്കുന്നില്ലേ തീരുമാനിച്ച് അങ്ങനെ പൊറുക്കുന്നില്ല എന്ന് ഉറപ്പായിട്ടല്ലേ ശിക്ഷിക്കപ്പെടുക. അതിന് മുമ്പ് ശിക്ഷിക്കപ്പെട്ടാൽ അത് ന്യായമല്ലല്ലോ എന്നാണ്. അപ്പോൾ പറച്ചേട്ടതൊന്നും ഇയാൾ ഈ മീസാനും ഇസാബും ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടെന്ന് കുറച്ച് അപ്പുറം ചെല്ലുമ്പോഴോ മീസാനില്ല ഇസാബില്ല എന്ന് വേറെ പറയും ചെയ്യും. ഈയൊക്കെ നമ്മെ ബോധ്യപ്പെടുത്താനാണ്. ഇയാൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് അള്ളാഹ് തീരുമാനിക്കൽ ഇയാൾ പരലോകത്ത് വന്ന് വിചാരണ കഴിഞ്ഞ ശേഷമാണോ? അല്ലല്ലോ. പടച്ച റബ്ബിനെ നേരത്തെ അറിയാം. ഇയാൾ ജനിക്കും മുമ്പ്, ലോകമുണ്ടാകും മുമ്പ് റബ്ബിനെ അറിയുന്ന കാര്യമല്ലേ ഇയാൾ എന്താകുന്നുള്ളത്. അത് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ഈ സംവിധാനമൊക്കെയും. അല്ലെങ്കിൽ മരണസമയത്തിന് അള്ളാഹ് പറഞ്ഞു ഒന്നാസിഅത്തി ഉർഖ വന്നാശിതാത്തി നഷ്ത. മരണസമയത്ത് സൗമ്യമായി കെട്ടയച്ചു വിടുന്ന നല്ല മരണമുണ്ട്, ഊക്കോടെ പിടിച്ചു വലിക്കുന്ന ദുഷിച്ച മരണമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. മലക്കൾ മുഖത്തും പിൻഭാഗത്തും അടിക്കും എന്ന് ഖുർആനിൽ പറഞ്ഞു മരണസമയത്ത്. അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് പ്രകാരമെങ്കിൽ മരണസമയത്ത് മലക്കൾ അടിക്കുമെന്ന ഖുർആന്റെ പ്രയോഗം. മുഖത്തും അടിക്കും, അല്ല പിൻഭാഗത്തും അടിക്കും. ഇതെങ്ങനെ ന്യായീകരിക്കുക? അതൊക്കെ ലോകപ്രവർത്തന വേണ്ടി പറഞ്ഞൂടെ? അപ്പോൾ അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ് മഹ്ശറും വിചാരണയും മീസാനും എല്ലാം വെച്ചത്. പടച്ച റബ്ബിന് ആകാശഭൂമി സൃഷ്ടിക്ക് മുമ്പേ തന്നെ അതിന് 50,000 വർഷം മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ് ഈ കാര്യങ്ങൾ മുഴുവനും. അതിനു മുമ്പേ പടച്ച റബ്ബിന് അറിയാവുന്ന അസലിയായ ഇൽമാണ് റബ്ബിൻ്റെ ഇൽമ് എന്ന് കൂടി മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ. ഒന്നാമത്തെ ഊത്തിൽ മരിക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു വ്യക്തമായ പറഞ്ഞിട്ടില്ല. ഇനി ആ ഒരു നിമിഷം കൊണ്ട് അവർക്ക് വേണമെങ്കിൽ അത്തരം ശിക്ഷ കൊടുക്കാൻ റബ്ബിന് കഴിവുള്ളവരുമാണ്. അപ്പോൾ ആദനബിയുടെ കാലത്ത് മരിച്ച മനുഷ്യന്മാരുണ്ട്, ആയിരക്കണക്കായ വർഷം പോലും ശിക്ഷ അനുഭവിക്കുന്നു. ഇനി ആ സമയത്ത് തൊട്ട് 5 മിനിറ്റ് മരിച്ച ഒരാളോ അയാൾ ആകെ അനുഭവിക്കുക 5 മിനിറ്റുമാണ്. അപ്പോൾ 50,000 കൊല്ലം അനുഭവിച്ച ഒരാളും 5 മിനിറ്റ് അനുഭവിച്ച ഒരാൾക്കും ഒരേപോലെ ആക്കാൻ പടച്ചോന് കഴിയും. മറ്റോ 50,000 വർഷം അനുഭവിച്ചത് ഇവന് സെക്കൻഡ് കൂടെ അനുഭവിപ്പിക്കാനും അള്ളാഹ്ക്ക് പറ്റും, തിരിച്ചും പറ്റും. അള്ളാഹു